ദൂരെ ഒരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. ഈ സിംഹത്തിന്റെ മുൻപിൽ പെടുന്ന മൃഗങ്ങളെയെല്ലാം സിംഹം ഓടിച്ചു കൊന്നതെന്നുമായിരുന്നു. കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ഈ സിംഹത്തെ പേടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. എന്നിട്ട് തങ്ങളുടെ രാജാവായ സിംഹത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ മുയൽ പറഞ്ഞു, അക്കാര്യം ഞാനേറ്റു. ഈ മുയൽ നല്ല ബുദ്ധിശാലി ആയിരുന്നു. മുയൽ നേരെ സിംഹത്തിന്റെ മുൻപിൽ പോയി ചാടി. തന്നെ തിന്നാനായി ഓടിവന്ന സിംഹത്തിനെ കണ്ടിട്ടും അനങ്ങാതെ നിന്നു. അപ്പോൾ മുയലിനോട് സിംഹം ചോദിച്ചു, നിനക്ക് ജീവനിൽ പേടിയില്ലേ? നീ എന്തുകൊണ്ടാണ് ഓടാത്തത്? ഇതു കേട്ടതും മുയൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നും കൂടിയല്ലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അത് കേട്ടപ്പോൾ സിംഹം ദേഷ്യത്തോടെ ചോദിച്ചു, അതെന്താ അങ്ങനെ? നിങ്ങളെക്കാട്ടും ശക്തനായ ഒരു പുതിയ സിംഹം നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ ഇന്ന് കൊല്ലും. ഇത് കേട്ടതും സിംഹം കൂടുതൽ ദേഷ്യത്തിൽ ചോദിച്ചു, എന്നെക്കാട്ടും ശക്തനായ ഒരാളോ? എങ്കിൽ എനിക്കൊന്നു കാണാം. അപ്പോൾ മുയൽ പറഞ്ഞു, അദ്ദേഹം നമ്മുടെ കാട്ടിലെ കിണറ്റിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങാൻ ആണ് പ്ലാൻ. ഇത് കേട്ടതും സിംഹം കിണറ്റിൻകരയിലേക്ക് ഓടി. കൂടെ ബുദ്ധിശാലിയായ മുയലും ഓടി. അവിടെ ചെന്ന് കിണറ്റിലേക്ക് എത്തി നോക്കിയ സിംഹം തന്നെപ്പോലെ തന്നെയിരിക്കുന്ന മറ്റൊരു സിംഹത്തെ വെള്ളത്തിൽ കണ്ടു. മറ്റൊന്നും ആലോചിക്കാതെ സിംഹം വെള്ളത്തിലേക്ക് എടുത്തുചാടി. അപ്പോഴാണ് സിംഹത്തിനെ മണ്ടത്തരം പറ്റിയത് മനസ്സിലായത്. താൻ കരയിൽ നിന്നും വെള്ളത്തിൽ കണ്ടത് തന്റെ തന്നെ പ്രതിരൂപം ആയിരുന്നുവെന്ന്. മുയലും മറ്റു ജീവികളും കൂടി തന്നെ പറ്റിച്ചതാണെന്ന്. അങ്ങനെ സിംഹം അവിടെ കിടന്നു മരിച്ചു. പിന്നീട് കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു.